നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 33 ആണ്. അതിൽ തന്നെ ഭൗതിക ശാസ്ത്ര മേഖലയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട്. നാളെ നമ്മുടെ ചാനലിൽ ഒരു മെഗാ മാരത്തോൺ വീഡിയോ വരുന്നുണ്ട്. സുഹൃത്തുക്കൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നാളെ തന്നെ അപ്ലോഡ് ആകുന്നതാണ്. സമയം കളയേണ്ട, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനലിൽ LDC 2024 ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളുടെ ലിങ്ക് LDC 2024 ഫ്രീ കോഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നൽകിയിരിക്കുന്നു. LGS 2024 ഫ്രീ കോഴ്സ് ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും അതിനായി വെയിറ്റ് ചെയ്യുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ഫിസിക്സിൽ നിന്ന് കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. പ്രകാശ പ്രതിഭാസങ്ങളാണ് PSC പ്രകാശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മേഖല. അതിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടതാണ് അപവർത്തനം. നമ്മൾ എന്താണ് ഇവിടെ അപവർത്തനം എന്നൊന്നും പറയുന്നില്ല. അപവർത്തനം PSC ചോദിച്ചുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്രകാശ പ്രതിഭാസങ്ങൾ അപവർത്തനത്തിന് ചോദിച്ചതാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനം, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് അല്ലെങ്കിൽ സ്കെയില് അല്ലെങ്കിൽ പെൻസിൽ, ഇങ്ങനെ തന്നെ പഠിച്ചോളാം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ്, സ്കെയില്, പെൻസില്, ഇതിനെല്ലാത്തിനും ഒന്ന് തന്നെയാണ്. വളഞ്ഞതായി തോന്നുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അപവർത്തനം. മറക്കരുത്, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ്, സ്കെയില്, പെൻസിൽ, ഇത് മൂന്നുമാണ് PSCക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കള്. ഇത് മൂന്നും മാറി മാറി ഇങ്ങനെ ചോദിക്കും. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും അല്പസമയത്തേക്ക് സൂര്യപ്രകാശം നമുക്ക് എന്ത് ചെയ്യും, ദൃശ്യമാകും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാലും അപവർത്തനമാണ്. സൂര്യപ്രകാശത്തിന്റെ അല്ലെങ്കിൽ പ്രകാശരശ്മിയുടെ അപവർത്തനം കാരണമാണ് എന്ത് സംഭവിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്താണ്, ചക്രവാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യന്റെ പ്രകാശം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. സൂര്യൻ അസ്തമിച്ച ശേഷവും അല്പനേരം എന്ത് ചെയ്യും, ചക്രവാളത്തിൽ പ്രകാശം നിൽക്കുന്നതിന് കാരണം ചോദിച്ചാല് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന അപവർത്തനമാണ്. മരീചിക എന്ന പ്രതിഭാസം ഇപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നു. ചില സമയങ്ങളിൽ എന്ത് ചെയ്യും, PSC ഡിലീറ്റ് ചെയ്ത് കളയും. മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം അപവർത്തനം. മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം അപവർത്തനം. മരീചിക ചോദിച്ചപ്പോഴൊക്കെ PSC ഉത്തരം കൊടുത്തത് അപവർത്തനത്തിന് തന്നെയാണ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രം. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രം. ഈ മേഖലയിലുള്ള ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ആകുന്നതാണ്. സുഹൃത്തുക്കള് ഇപ്പോൾ ഈ പോയിന്റ്സ്, PSC ചോദിച്ച പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എടുക്കുന്ന ക്ലാസ് ആണ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം എന്ന് ചോദിച്ചാൽ അവൻ വജ്രമാണ്. ആരാണ്? വജ്രമാണ് അപവർത്തനാങ്കം ഏറ്റവും കൂടിയത്. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവാണ് 48.6 ഡിഗ്രി. മറക്കരുത്, 48.6 ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം. നമുക്കിനി മലയാളം മതി, അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് പോവാത്തത്. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് വജ്രത്തിന് തിളക്കത്തിന് കാരണം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിന്റെ പ്രവർത്തനം. ഈ ഫൈബർ ഒപ്റ്റിക്സ് കേബിളിന്റെ പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണാന്തര പ്രതിഫലനം. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിന്റെ പ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണാന്തര പ്രതിഫലനം. എൻഡോസ്കോപ്പിയുടെ പ്രവർത്തനം ചോദിച്ചാൽ അതും പൂർണ്ണാന്തര പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവാണ് നരീന്ദ്ര സിംഗ് കപാനി. മറന്നു പോരുത്, നരീന്ദ്ര സിംഗ് കപാനി. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നരീന്ദ്ര സിംഗ് കപാനി. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വിഭങ്കനം. ഫിസിക്സിലെ പല വാക്കുകളും നമുക്ക് നന്നായിട്ട് ഫെമിലിയർ ആവണം. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഗങ്ങൾ PSC ചോദിക്കുന്നില്ല. വിഭങ്കനം. എന്താ വിഭങ്കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ അറിയപ്പെടുന്ന പേരാണ് വിഭങ്കനം. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം, പ്രകാശമാനമായ ഒരു വലയം കാണുന്നതിന് കാരണം വിഭങ്കനമാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവില്ല്, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം CD-യിൽ കാണപ്പെടുന്ന മഴവില്ലിന് കാരണവും വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമായി കാണപ്പെടുന്നതിന് കാരണം വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. അടുത്തതാണ് വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫെറൻസ്. ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് ആവശ്യം എന്തൊക്കെയാണ് PSC മേഖല എന്ന് ചോദിച്ചിട്ടുള്ളത്. സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്ക് കാരണം വ്യതികരണം. മറക്കരുത്,
സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്കു കാരണം വ്യതികരണം. വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിൽ കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ വ്യതികരണം. അല്ലെങ്കിൽ റോഡിൽ വീണ് കിടക്കുന്ന ഓയിലിൽ കാണപ്പെടുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്തെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വ്യതികരണം തന്നെയാണ്. അടുത്തതാണ് PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് വിസരണം. ഈ ഭാഗത്ത് നിന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. വിസരണം അല്ലെങ്കിൽ പറയുന്ന പേരാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്കാറ്ററിങ്ങിനെ അറിയപ്പെടുന്ന പേരാണ് വിസരണം എന്ന് പറയുന്നത്. ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണം ആഴക്കടലിന്റെ നീലിമയ്ക്ക് കാരണം. ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണവും ആഴക്കടലിന്റെ നീലിമയ്ക്ക് കാരണവും ആരാടെ? വിസരണമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും PSC ചോദിച്ചിരുന്നതാണ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന് ചുവപ്പ് നിറം നൽകുന്നതിന് കാരണം, അല്ലെ ചുവപ്പ് നിറം കാണപ്പെടുന്നതിന് കാരണം ചോദിച്ചാൽ അതും വിസരണമാണ്. ഉദയാസ്തമയ സമയങ്ങളിൽ ചക്രവാളത്തിൽ ചുവപ്പ് നിറത്തിനു കാരണമാകുന്നത് വിസരണമാണ്. വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് കൂടുന്നു. വർണ്ണങ്ങളുടെ തരംഗദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ടാണ് ചുവന്ന പ്രകാശത്തിന് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിന് തരംഗദൈർഘ്യം കൂടിയതുകൊണ്ട് അവന് വിസരണം എന്ത് ചെയ്യൂടെ? നന്നായിട്ട് അങ്ങ് കുറയും. ഇങ്ങനെ വിസരണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വർണ്ണത്തിന് കൂടുതൽ ദൂരം എന്ത് ചെയ്യാൻ കഴിയും? സഞ്ചരിക്കുവാൻ കഴിയും. ദൂരെ നിന്ന് തന്നെ നമുക്ക് റെഡ് സിഗ്നലുകൾ അല്ലെങ്കിൽ സിഗ്നലുകളുടെ റെഡ് നിറം നമുക്ക് തിരിച്ചറിയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസരണ നിരക്ക് കൂടിയ നിറം വയലറ്റ് ആണ്. അടുത്ത പോയിന്റ് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വിസരണമുള്ള നിറം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് ആണ്. അപ്പോൾ വയലറ്റും നീലയും അതുപോലെ എന്താണ് ഇൻഡിഗോ, ഈ നിറങ്ങൾ മൂന്നെണ്ണം എന്ത് ചെയ്യും? കൂടുതലായി വിസരണം സംഭവിക്കുന്നത് കൊണ്ടാണ് ആകാശത്തിന് നീല നിറം എന്താണ് കാണുന്നത്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. കാരണം എന്താണ്? ചന്ദ്രനിലെ അന്തരീക്ഷമില്ല. എന്തില്ല? അന്തരീക്ഷമില്ല. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കുവാൻ കാരണം ചോദിച്ചാൽ വികിരണമാണ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം ചോദിച്ചാൽ അതിന് ഉത്തരം വികിരണമാണ്. ഈ സൂര്യനിൽ നിന്നുള്ള താപോർജം പ്രകാശോർജവും ഭൂമിയിലെത്തുന്നതിന് കാരണം വികിരണം. സൂര്യനിൽ നിന്നുള്ള താപോർജവും പ്രകാശോർജവും ഭൂമിയിലെത്തുന്നതിന് കാരണം ചോദിച്ചാൽ അതും ആരാടെ? വികിരണം. അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നതിന് കാരണം എങ്ങനെയെന്ന് ചോദിച്ചാലും അതും വികിരണം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ PSC ചോദിക്കുന്നതാണ്, താപോർജം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു, കാരണം എന്ത്? അത് വികിരണമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ റേഡിയേഷനായി സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. വികിരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും റേഡിയേഷൻ എന്ന്. അപ്പോൾ സൂര്യനിലുള്ള താപോർജം ശൂന്യതയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നതിന് കാരണം ചോദിച്ചാൽ വികിരണമാണ്. അതുപോലെ സൂര്യനുള്ള ഊർജം ഭൂമിയിലെത്തുന്നത് ഏതു രീതിയിലെന്ന് ചോദിച്ചാൽ വികിരണത്തിലൂടെയാണ്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഊർജം ഭൂമിയിൽ തട്ടിയിട്ട് തിരിച്ച് ശൂന്യാകാശത്തേക്ക് പോകുന്നത് ഏത് രീതിയിലെന്ന് വെച്ചാൽ അതും വികിരണമാണ്. ഇത്രയും പോയിന്റ് PSC ഭാഗത്ത് ചോദിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഒന്നുകൂടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. സൂര്യനിൽ നിന്നുള്ള താപോർജവും പ്രകാശോർജവും ഭൂമിയിലെത്തുന്നതിന് കാരണം വികിരണം. സൂര്യനിൽ നിന്നുള്ള താപോർജം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് വികിരണം കൊണ്ടാണ്. ഭൂമിയിൽ പതിച്ച സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം തിരിച്ച് ശൂന്യാകാശത്തേക്ക് പോകുന്നത് ഏതു രീതിയിലെന്ന് ചോദിച്ചാൽ അതും വികിരണ രീതിയിലാണ്. അതുപോലെ തന്നെ തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണവും എന്താണ്? വികിരണമാണ്. പ്രകാശത്തിനെ അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പ്രകീർണനം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പ്രകീർണനം. മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം LGS ലെവൽ സ്ഥിരം ചോദ്യമായിരുന്നു ചുവപ്പ്. മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്. മഴവില്ലിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന നിറം പച്ച. മഴവില്ലിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന നിറം എന്ന് ചോദിച്ചാല് അത് വയലറ്റ് ആണ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി എന്താണ്? എന്താകൃതിയാണ്? വൃത്താകൃതിയാണ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി എന്താണ്? വൃത്താകൃതി. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഭൗതിക ശാസ്ത്ര മേഖലയിൽ നിന്നും കേരള PSC 25 തവണയിൽ കൂടുതൽ ചോദിച്ചത്. ഇത് പാർട്ട് 1 മാത്രമാണ്. എക്സാമുകൾ വളരെ ഈസി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും.
ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും എഴുതുന്ന ചോദ്യങ്ങളാണ് ഇവ നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റില് പിന്നിലോട്ട് പോകുന്നതിന് കാരണം ഇതായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരിടും.